പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 20-ാം ദിവസം സക്കറിയ പ്രവാചകൻ പറയുന്നു, പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദിന്റെ ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. സക്കറിയ 13:1. ദിവ്യകാരുണ്യത്തിലെ ഈശോയാണ് സക്കറിയ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ച ഈ ഉറവ. ഈ ഉറവ എല്ലാവർക്കും വേണ്ടിയുള്ളതും അനുദിന പാപക്കറകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നമ്മുടെ ആത്മാവിനെ അതിൽ കഴുകി വിശുദ്ധീകരിക്കുവാൻ കഴിവുള്ളതുമാണ്. ഒരുവന് തൻ്റെ തെറ്റിനെക്കുറിച്ച് കുറ്റബോധമുണ്ടാകുമ്പോൾ തത്സമയം തന്നെ ദിവ്യകാരുണ്യനാഥൻ്റെ പക്കലേക്ക് പോവുക എന്നതിൽ കവിഞ്ഞ മറ്റെന്ത് ആശ്വാസമാണുള്ളത്? അതിനാൽ എൻ്റെ ഈശോയെ, അതുതന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യുക. കാരണം എന്നെ ശുദ്ധീകരിക്കുന്നതിനും ഉപരിയായി അങ്ങയുടെ ഉറവയിൽ നിന്നുള്ള ജലം എനിക്ക് പ്രകാശം നൽകുകയും വീഴുന്നതിൽ നിന്ന് എന്നെ താങ്ങുകയും ദുഃഖ ദുരിതങ്ങളിൽ സന്തോഷമുള്ളവളായിരിക്കുവാൻ എന്നെ സഹായിക്കുകയും അതേസമയം അങ്ങയുടെ ദിവ്യ സ്നേഹത്താൽ എന്നെ നിറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് എനിക്കറിയാം. ഇതിനാലാണ് ഞാൻ അങ്ങയെ സന്ദർശിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നതെന്നും അങ്ങയെ സന്ദർശിക്കുന്നവരെ നിരവധിയായ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നെന്നും എനിക്കറിയാം. അതിനാൽ എൻ്റെ ഈശോയെ, ഇന്നേ ദിനം ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുക. അവ മൂലം അങ്ങയുടെ അതൃപ്തിക്ക് പാത്രമായതിനാൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്താൽ എന്നെ നിറയ്ക്കുകയും അങ്ങനെ തുടർന്നുള്ള വീഴ്ചകളിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്യുക. വിശുദ്ധ തെരേസയുടെ കാലത്ത് ജീവിച്ചിരുന്ന അങ്ങയുടെ വിശ്വസ്തദാസിയായ വിശുദ്ധ മേരി ഡയസ് ചെയ്തതുപോലെ എനിക്കെല്ലായ്പ്പോഴും അങ്ങയുടെ അടുത്ത് വസിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ദേവാലയ അങ്കണത്തിൽ താമസിക്കാനുള്ള ആവിലായിലെ മെത്രാന്റെ പ്രത്യേക അനുവാദം അവൾക്കുണ്ടായിരുന്നു. കുംഭസാരത്തിനും ദിവ്യകാരുണ്യ സ്വീകരണത്തിനും ഒഴിച്ച് മിക്കവാറും എല്ലാ സമയവും തന്നെ താൻ അയൽപ്പക്കക്കാരൻ എന്നു വിളിച്ചിരുന്ന ഈശോയുടെ സാന്നിധ്യത്താൽ ആയിരിക്കുന്നതിനു വേണ്ടി അവൾ ദേവാലയ അങ്കണത്തിൽ കഴിച്ചുകൂട്ടി. ഒരു നിഷ്പാതുക കർമ്മലീത്ത സന്യാസിയായിരുന്ന വാഴ്ത്തപ്പെട്ട ഉണ്ണീശോയുടെ ഫ്രാൻസിസ് എന്ന സഹോദരന് ദിവ്യകാരുണ്യ സന്ദർശനം നടത്താതെ ഒരു ദേവാലയത്തിനടുത്തുകൂടെ കടന്നു പോകുവാൻ കഴിയുമായിരുന്നില്ല. ഒരു സുഹൃത്തിൻ്റെ വീട്ടുപടിക്കൽ കൂടി കടന്നു പോകുമ്പോൾ ചുരുങ്ങിയ പക്ഷം അകത്തു കയറി ഒരു വാക്കു സംസാരിക്കാതെയോ അഭിവാദനം ചെയ്യാതെയോ പോകുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അദ്ദേഹത്തിനൊരു വാക്ക് മാത്രം മതിയായിരുന്നില്ല. തൻ്റെ സ്നേഹനാഥനോടൊത്ത് ഇഷ്ടമുള്ളിടത്തോളം സമയം അദ്ദേഹം ചെലവഴിച്ചിരുന്നു. അങ്ങ് എനിക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്തതിനാൽ അങ്ങയെ തന്നെ എനിക്ക് ദിവ്യ കൂദാശയിൽ നൽകിയതിനാൽ എല്ലാ ദിവസവും അങ്ങയെ തന്നെ എനിക്ക് അൾത്താരയിൽ നൽകുന്നതിനാൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മരിക്കുക എന്നതുപോലും വളരെ കുറവായിരിക്കും. അങ്ങ്
അത്യധികമായി സ്നേഹിക്കപ്പെടേണ്ടവനാണ്. എനിക്ക് അങ്ങയോട് വളരെയധികം സ്നേഹമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈശോയെ, എന്നെ സഹായിക്കുക. അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കുക. അങ്ങ് ഏറ്റവും ആകാംക്ഷയോടെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അങ്ങേക്ക് ഏറ്റവും പ്രീതികരവുമായ എൻ്റെ സ്നേഹം സമർപ്പിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കുക. സുകൃത ജപം. എൻ്റെ നാഥൻ എനിക്കും ഞാൻ അവിടത്തേക്കും, എൻ്റെ നാഥൻ എനിക്കും ഞാൻ അവിടത്തേക്കും, എൻ്റെ നാഥൻ എനിക്കും ഞാൻ അവിടത്തേക്കും. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങ് എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഏറ്റവും കൃപാപൂർണയും ദയ നിറഞ്ഞവളും സ്നേഹയോഗ്യയുമായ രാജ്ഞി, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുമ്പോൾ എത്ര വലിയ ആത്മവിശ്വാസമാണ് വിശുദ്ധ ബെർണാഡ് എനിക്ക് പകർന്നു നൽകുന്നത്. അദ്ദേഹം പറയുന്നു, മേരി തൻ്റെ സഹായം എല്ലാവർക്കും നൽകുന്നു. അർഹിക്കുന്നത് എത്രയെന്ന് അളന്നു നോക്കിയല്ല അവൾ സഹായിക്കുന്നതും. അതിനാൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് എന്നെ കരുണാപുരസ്സരം ശ്രവിക്കണമേ. എൻ്റെ അപേക്ഷ അങ്ങ് ചെവിക്കൊള്ളുക. 1000 നരകങ്ങൾക്ക് അർഹനായ നിർഭാഗ്യ പാപിയാണു ഞാൻ. എൻ്റെ ജീവിതത്തെ മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഏറെ ദുഃഖിപ്പിച്ച എൻ്റെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ദാസി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അയോഗ്യയാണെങ്കിലും ഞാൻ എന്നെ അങ്ങേക്ക് നൽകുന്നു. ഇനിയൊരിക്കലും തൻ്റേതല്ലാത്തവനും എന്നാൽ അങ്ങയുടേതായിരിക്കുന്നവനുമായ ഒരുവനെ രക്ഷിക്കണമെന്നാണ് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നത്. എൻ്റെ നാഥേ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അങ്ങ് കാണുന്നുണ്ടോ? അങ്ങത് മനസ്സിലാക്കുന്നുവെന്നും എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. സുകൃത ജപം. ഓ മറിയമേ, ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. ഓ മറിയമേ, ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. ഓ മറിയമേ, ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചെല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃക ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിൻ്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാധാരത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ.
അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.